Good morning to all. Good morning. Good morning, ma'am. Morning. ആരൊക്കെയല്ലോ നമ്മളും രണ്ടുപേരും മാത്രം. ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് ആരുണ്ടാവാറില്ല. വെയിറ്റ് ചെയ്തിരിക്കണം. എന്താ ചെയ്യാ? കുറച്ചൊരു വെയിറ്റ് ചെയ്യാം അല്ലേ? എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വരുന്നത് 30 ആവണം. 30, 31 ആയാലും കുറെ പേരൊക്കെ വരും. ഓക്കെ, എല്ലാവരും വരും. കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട, സ്റ്റാർട്ട് ചെയ്യും. Good morning, everyone. Let's all join hands and pray together. Dear God, thank you for today. Thank you for the chance to learn, grow, and try again. We are grateful for our teachers, our friends, and all the support we have. Even when things get hard, help us stay hopeful and keep going. Fill our heart with peace and our mind with focus. We thankful for every step forward, big or small. Thank you, Almighty. Good morning, all. Let's sign in the class today. Myself, Sanila. First of all, I welcome our beloved Ashwati ma'am. Next, I welcome my friends to this class. Let's make this class productive and fun. Have a nice day, all. Thought of the day. Education is not just about filling the mind with facts, but about opening the minds to new possibilities. I repeat, education is not just about filling the mind with facts, but about opening the mind to new possibilities. Thank you.
Ma'am, we can start the class. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നിങ്ങൾ എന്തായാലും ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നേ. സനില് കറക്റ്റ് ടൈമിൽ വന്നാണ്. ബാക്കി എല്ലാവരും എന്തുകൊണ്ട് ലേറ്റ് ആകുന്നു? ക്ലാസ് എപ്പോഴാണ്? 10:30 അല്ലേ? അറിയാലോ എല്ലാവർക്കും അല്ലേ? എന്റെ ക്ലാസ്സിൽ മാത്രമാണ് ലേറ്റ് ആവുന്നേ, ആണോ? അറിയണം എനിക്കത്. അല്ല മാം, സോറി മാം. ഇവിടെ 3 പേർക്കും ഭയങ്കര ചുമയും ഇതാണ്. അപ്പൊ നെബുലൈസേഷൻ ചെയ്ത് ഞാൻ വഴക്ക് കൂടി ഓരോന്നിനെ പിടിച്ച് എന്തോന്ന് ചെയ്ത് വന്നപ്പോഴത്തേനും കേറണമെന്ന് ഉദ്ദേശിച്ചു. പക്ഷെ അപ്പത്തേനും ഒരാള് മറ്റേ പെയിൻ റിലീഫിന്റെ സ്പ്രേയും കൊണ്ട് ഓടി. അതിനെ പിടിക്കാൻ പുറകെ ഓടിയപ്പോഴത്തേനും ഓൺ ടൈം സൈൻ ഇൻ ചെയ്യാനായിട്ട് ലേറ്റ് ആയി പോയി. അതാ മാം, സോറി മാം. ഇതിനെങ്ങനെ വല്ലപ്പോഴും അത് ലേറ്റ് ആവുന്നതാണ്. ബാക്കി എല്ലാവരും എന്താണ് റീസൺ? എന്തൊക്കെ റീസൺ എന്താ? ഞാൻ എപ്പോഴും പറയുന്നത് ചെയ്തൊക്കെ വന്നപ്പോ ഇത്ര നേരമായി പോയി മാം. റെഡി ആയിക്കെ വന്നു. ഓപ്പണിംഗ് ക്ലാസ് ആണല്ലോ അല്ലേ? നിങ്ങള് 10:30 വരണം. ടൈം പോയത് കണ്ടോ? 10:37 ആയി. കുറച്ച് സംസാരം വഴി 10:45 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 15 മിനിറ്റ്സ് അങ്ങനെ പോയി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തേ? പറയൂ. Past tense. കംപ്ലീറ്റ് ആയോ? കഴിഞ്ഞു മാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എക്സാം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഒരു ചാപ്റ്റർ കൂടി നമുക്ക് എടുക്കാനുണ്ടല്ലേ? ആർട്ടിക്കിൾസ് ആൻഡ് കോൺകോഡ്, അതുണ്ടോ? എക്സാമിനുണ്ടോ? ഇല്ല. അങ്ങനെ കാരണം എല്ലാവരും പറയുന്ന പോലെ 8th ചാപ്റ്റർ ആണ് എക്സാം എടുത്തത് പറയാം. പക്ഷെ നമ്മൾ പോകുന്നത് ഓർഡറിലല്ല. കാരണം അങ്ങനെ ഓർഡറിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ടെൻസ് എടുക്കാതെ നമുക്ക് ഒരിക്കലും ഈ ആർട്ടിക്കിൾ എടുക്കാൻ പറ്റില്ല, ഈ ചാപ്റ്റർ എടുക്കാൻ പറ്റില്ല. ആർട്ടിക്കിൾ ആൻഡ് കോൺകോഡ്, ഈച്ച് കോൺകോഡ്. ആർട്ടിക്കിൾ നമുക്ക് പിന്നെയും എടുക്കാം, പക്ഷെ കോൺകോഡ് എടുക്കാനേ പറ്റില്ല. കോൺകോഡിന് എന്തായാലും ടെൻസ് അറിഞ്ഞേ പറ്റും. അങ്ങനെ നിങ്ങൾ തെളിയും, അതൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത്, എക്സാം ക്വസ്റ്റ്യൻ വരുന്നത് നൗൺ, adjective, adverb, preposition. ഇങ്ങനെ ഈ 4 ചാപ്റ്റർ നൽകി ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ, അതിന് മുന്നാടി ഞാൻ പറഞ്ഞുതരാം. അപ്പോ കഴിഞ്ഞു. എന്താ പറയാ, ടെൻസ് അല്ലെ? പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു. പ്രസന്റ് ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്യുന്നുണ്ടോ? പറയൂ. അതൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. മിണ്ടുന്നില്ല കേട്ടോ, മിണ്ടില്ല. ആരൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്? ചെയ്യാം മാം. കാര്യമില്ല. നിങ്ങൾക്ക് ഉറങ്ങാണോ? ഉറക്കമാണോ? അറിയുമോ? ബാക്കി എല്ലാവരും എവിടെ? ഇത് മിണ്ടുന്നില്ലല്ലോ. രഞ്ജിനി, എറിനി, ഷർഫുദ്ദീൻ, ഉണ്ടായിരുന്നില്ല മാം. അപ്പൊ 2 ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നോട്ടൊക്കെ ഒന്നും ക്ലിയർ ആയിട്ടില്ല. പ്രസന്റ് ചെയ്യുമ്പോ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കണം കേട്ടോ. പരക്കെ പ്രസന്റ് ചെയ്യുന്നേ, പ്രസന്റ് ചെയ്യുന്ന ഒരു പേര് ടെക്സ്റ്റ് ചെയ്യുക. പെട്ടെന്ന് അവിടെ ഫീവർ ആണ്. ഓക്കെ ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഈ ടെക്സ്റ്റിന്റെ ചാപ്റ്റർ ഞാനങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് പോകും. അതിനുശേഷം വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും പിന്നെ മനസ്സിലായില്ല മിസ്സേ, ഡൗട്ട് ആണ് മിസ്സേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ? അതുപോലെ തന്നെയാണ് നിങ്ങൾ 19th ബാച്ച് അല്ലേ? 18th ബാച്ചിൽ ടെൻസ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ആക്റ്റീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്തു. ആക്റ്റീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്തപ്പോ കുറച്ച് പേര് ആബ്സെന്റ് ആയി, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആക്റ്റീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്തപ്പോ അവർക്കത് മനസ്സിലാവുന്നില്ല. ആക്റ്റീവ് വോയിസ് എടുത്തിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു, മിസ്സേ എന്ന് ടെൻസ് ഒന്നും എടുക്കുമോ? ഇപ്പൊ ടെൻസ് ഒന്നുകൂടി എടുക്കൊണ്ടിരിക്കാൻ അറിയോ? അതേപോലെ ആവരും. ടെൻസ് പഠിക്കാതെ ഇനി അങ്ങോട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് തന്നെ പറയാം, ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ക്ലാസ്
ടെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻസ് ഒരു ചാപ്റ്റർ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുമല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാക്സിമം പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കും, ഇതെല്ലാം ഞാൻ പറയുന്നില്ല, ചോദിച്ചോളൂ, എന്താണെങ്കിലും ഞാൻ പറയുന്നത്. ബാക്കി ഒന്നും പറയാനില്ല. ക്ലാസ് എടുക്കേണ്ട കാര്യം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി ക്ലാസ് കാണുന്ന അല്ലെങ്കിൽ ടെൻസിന്റെ ക്ലാസ് കണ്ടിന്യൂസ്ലി കണ്ട ഒരാൾക്ക് ടെൻസിനെ കുറിച്ച് ഡൗട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. മാക്സിമം ഫോളോ ചെയ്ത് പോകണം കേട്ടല്ലോ. ടെൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. സ്പീഡിൽ മീൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. കാരണം ഇതിന്റെ ബേസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. കേട്ടോ നിങ്ങള്? ഞാൻ പേര് ടെക്സ്റ്റ് ചെയ്യും. പാസ്റ്റ് ടെൻസ് പ്രസന്റ് ചെയ്യണം, മസ്റ്റ് ആണ്, ചെയ്തേ പറ്റും. പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും വിളിക്കും. സ്ട്രിക്റ്റ് ആയി ശരിയാവില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചുമ്മാ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സ്ട്രിക്റ്റ് ആക്കോട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് ഞാൻ വിടും കേട്ടല്ലോ. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ട്, എന്നിട്ട് പഠിക്കുകയും ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. അത്രയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റും. വേറെ എന്ത് ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ടെൻസ് പഠിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മോണ്ടിസോറി ഇംഗ്ലീഷ് പഠിച്ചതിന്റെ വേസ്റ്റ് ആയി. എന്റെ ക്ലാസ്സിൽ ഇത്രയും നാൾ ഇത് തന്നെ വേസ്റ്റ് ആയി കേട്ടാ. പറയണം, നിർബന്ധമാണ്. ഓക്കെ, റഷിദ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടെൻസസ് ആണ് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും. അതിൽ പ്രസന്റ് ടെൻസ് നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിനെ പറ്റി പറയാം. പാസ്റ്റ് ടെൻസ് 4 ഭൂതകാലമാണ്. അതും 4 ഫോമിലുണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ simple past tense. Simple past tense is used to talk about an action that started and finished the past. ഒരു വേടി തന്നെ ഉണ്ട്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. മുന്നേ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2, വെർബിന്റെ പാസ്റ്റ് ഫോം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സബ്ജക്ട് ഇവിടെ I, you, we, they, she, he, it എല്ലാം വരുന്നുണ്ട്. സബ്ജക്ട് പ്ലസ് V2 വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ I played football yesterday. I played football yesterday. I സബ്ജക്ട് പ്ലേഡ് വെർബിന്റെ പാസ്റ്റ് ഫോം V2 ഫോം. പിന്നെ പ്ലസ് ഒബ്ജക്ട് ഫുട്ബോൾ yesterday. She visited her grandmother last week. She visited. She subject plus visited. Verb in the past form V2 form. Grandmother last week. Then they watched a movie last night. They watched a movie last night. They subject plus V2 verb in the past form. ഇത് നെഗറ്റീവ് ഫോമിലോട്ട് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് ബേസ് വെർബ്. ഇവിടെ നമ്മൾ ഡിഡ് എന്നുള്ള ഒരു പാസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെർബിന്റെ ബേസ് ഫോമാണ് നെഗറ്റീവ് ഫോം വരുമ്പോൾ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഡിഡ് വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ പറയുന്ന വെർബിന്റെ ഫോം എപ്പോഴും ബേസ് ഫോം ആയിരിക്കും. സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട്, ഡിഡിൻ പ്ലസ് ബേസ് ഫോം. ഫോർ എക്സാമ്പിൾ, I did not play football yesterday, or I didn't play football yesterday. She did not visit her grandmother. She did not visit her grandmother. She didn't visit her grandmother. ഇവിടെ എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും ഡിഡ് എന്നൊരു ഫോമാണ് വരുന്നത്. I, you, we, they, she, he, it എല്ലാത്തിന്റെ കൂടെ ഡിഡ് ആണ്. ഇവിടെ ഡസോ ഡുവോ വരുന്നില്ല, ബിക്കോസ് ഇത് പാസ്റ്റിൽ നടക്കുന്ന കാര്യമാണ്. ഡിഡ് എന്നുള്ളൊരു ഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ഫോം വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡിഡ്
ഡിഡ് നോട്ട് പ്ലസ് ബേസ് വെർബ്. വെർബിന്റെ ബേസ് ഫോം ആയിരിക്കും ഡിഡ് കൂടെ വരുമ്പോൾ വരുന്നത്, കാരണം ഡിഡ് ഇസ് എ പാസ്റ്റ് ഫോം. അത് ശ്രദ്ധിക്കണം. ദെൻ ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുമ്പോൾ ഡിഡ് ഫ്രണ്ടിൽ വരും. സബ്ജക്റ്റിന്റെ ഡിഡ് ഫ്രണ്ടിൽ ഡിഡ് വരും. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുന്നത്. ഇപ്പോ ഡിഡ് യു പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ? നീ ഇന്നലെ ഫുട്ബോൾ കളിച്ചായിരുന്നോ? ഡിഡ് ഷീ വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദർ? അവളെ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്തായിരുന്നോ? കണ്ടോ? അപ്പോ ഡിഡ് എന്നുള്ളത് ഫ്രണ്ടിലോട്ട് വന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ ഡിഡ് എന്നുള്ള സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ വരും. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് 4 ഫോം ഉണ്ട്. ബേസ് ആയിട്ടുള്ള പോസിറ്റീവ്. ഇപ്പം ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ഷീ വിസിറ്റഡ് ഹെർ ഗ്രാൻഡ് മദർ, അത് പോസിറ്റീവ് ഫോമാണ്. ഷീ ഡിഡൻ വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദർ, അത് നെഗറ്റീവ് ഫോമാണ്. ഡിഡ് ഹി വിസിറ്റ് ഹെർ ഡിഡ് വരുമ്പോൾ വിസിറ്റ് ബേസ് ഫോം. ഡിഡ് ഷീ വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദർ, അത് പോസിറ്റീവ്. ഡിഡൻ ഷീ വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദർ, അത് നെഗറ്റീവ്. അങ്ങനെ തന്നെ നമുക്ക് 4 ഫോമിൽ ഈ ഒരു കാര്യം പറയാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V2 ഫോം പാസ്റ്റ് ഫോം ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസി വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് V2, അതിൽ വേറൊരു കാര്യങ്ങളും ഇല്ല. പിന്നെ അതിന്റെ നെഗറ്റീവ് ഫോം വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് വരും, ഡിഡിന്റ് വരും, ഡിഡ് നോട്ട് വരും. അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ബേസ് വെർബാണ് ചേർക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ ആ ഡിഡ് എന്നുള്ളത് സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ വരും. ആ ക്വസ്റ്റ്യൻ ഫോം പോസിറ്റീവിൽ ചോദിക്കുമ്പോൾ ഡിഡ് യു പ്ലേഡ് വരും, ഡിഡ് യു പ്ലേ വരും. അത് നെഗറ്റീവ് ഫോമിലോട്ട് വരുമ്പോൾ ഡിഡിൻ യു പ്ലേ വരും. ആ ഒരു കാര്യമേ അതിലുള്ളൂ. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഹാപ്പനിങ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സ്പെസിഫിക് ടൈമിൽ നടന്നുകൊണ്ടിരുന്ന കാര്യത്തെ പറയാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. ഫോർ എക്സാമ്പിൾ, ഇതില് ഐ ഹി ഷീ ഇറ്റിന്റെ കൂടെ വാസും യു വി ദേയുടെ കൂടെ വെയറുമാണ് വരുന്ന. ഐ ഹി ഷീ ഇറ്റിന്റെ കൂടെ വാസും യു വി ദേയുടെ കൂടെ വെയറുമാണ് വരുന്നത്. WERE വെയർ. പ്ലൂറലിന്റെ കൂടെ വെയറും സിംഗുലറിന്റെ കൂടെ വാസും വരുന്നു. പിന്നെ സബ്ജക്റ്റ് പ്ലസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. ഫോർ എക്സാമ്പിൾ, ഐ വാസ് സ്റ്റഡിയിങ് അറ്റ് 8 PM. ഞാൻ 8 മണിക്ക് പഠിക്കുക ആയിരുന്നു. ഇവിടെ ചെയ്യുകയായിരുന്നു, പോവുകയായിരുന്നു, പാടുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്ന് പറയാനായിരുന്നു നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ദേ വന്നത് കൊണ്ട് തന്നെ അവിടെ വെയർ ആണ് വന്നത്, പ്ലൂറൽ ഫോം. ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് പ്ലേയിങ്, പ്ലേ പ്ലസ് ING, വെർബ് പ്ലസ് ING ഫോം. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇതിന്റെ നെഗറ്റീവ് ഫോം വരുമ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഡിഡിന്റ് പറഞ്ഞു, ഡിഡ് നോട്ട് പറഞ്ഞു. നേരത്തെ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് വെർബിന്റെ ബേസ് ഫോം ആണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞെങ്കിൽ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ING. വാസ് വെയർ അതിന്റെ കൂടെ നോട്ട് വരും. ഓക്കെ, എപ്പോഴും നെഗറ്റീവ് ഫോം വരുമ്പോൾ ആ നോട്ട് നമ്മളുടെ ആ ഒരു കണക്ടിങ് ഇതിന്റെ കൂടെ വരും. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ING. എക്സാമ്പിൾസ്, ഐ വാസ് നോട്ട് സ്റ്റഡിങ് അറ്റ് 8 PM. ഞാൻ 8 മണിക്ക് പഠിക്കുകയല്ലായിരുന്നു. There were not playing cricket. അവർ വെയർ നോട്ട്. കണ്ടോ, വെയറിന്റെ കൂടെ നോട്ട് വന്നു, നേരത്തെ വാസിന്റെ കൂടെ നോട്ട് വന്നു, അപ്പൊ നെഗറ്റീവ് ഫോം ആയി. They were not playing cricket. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല.
ഇനി അത് ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുമ്പോൾ ഈ വാസ് ഓർ വെയർ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലോട്ട് വരും. വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. അതാണ് ക്വസ്റ്റ്യൻ ഫോം വരുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, വെയർ യു സ്റ്റഡിയിങ് അറ്റ് 8 PM? നീ 8 മണിക്ക് പഠിക്കുകയായിരുന്നു. വാസ് ഷീ സ്ലീപ്പിംഗ്? അവൾ ഉറങ്ങുകയായിരുന്നു. ഇത് കണ്ടോ, സബ്ജക്റ്റിനനുസരിച്ച് വെയറും വാസും നമ്മൾ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ ചേർത്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. വാസ് ഓർ വെയർ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ ചേർത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് അതാക്കാം. അപ്പോൾ ഇതിന്റെ ഫോം എന്ന് പറയുമ്പോൾ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. അത് നെഗറ്റീവ് ഫോമിലോട്ട് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ING. അത് ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുമ്പോൾ ഈ വാസ് ഓർ വെയർ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലോട്ട് വരും. വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ ഒത്തിണക്കി സൂചിപ്പിക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ആക്ഷൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ തന്നെയുള്ള ഒരു അനദർ ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഉള്ള മറ്റൊരു ആക്ഷനുണ്ട് ഇണക്കി പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് B3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബിന്റെ തേർഡ് ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫസ്റ്റ് സെന്റൻസിൽ നമുക്ക് ഇവിടെ രണ്ട് സെന്റൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. രണ്ട് സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഹാർഡ് പ്ലസ് B3 ചേർക്കുമെങ്കിൽ സെക്കൻഡ് സെന്റൻസിൽ നമ്മൾ ആ ഒരു വെർബ് സബ്ജക്റ്റ് പ്ലസ് B2 ഫോമാണ് നമ്മൾ ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, I had visited, I plus had visited, B3 form. My sister, before she went to Mexico. Before she went to Mexico. അപ്പോൾ രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇണക്കി പറയുന്നുണ്ട്. അവൾ മെക്സിക്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സിസ്റ്ററിനെ കാണാൻ പോയിരുന്നു. I had visited, സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് വിസിറ്റഡ്, B3 ഫോം. അതാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം. പ്ലസ് നെക്സ്റ്റ് സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ്, ബിഫോർ ഷീ വെന്റ് ടു മെക്സിക്കോ. ഷീ സബ്ജക്റ്റ് പ്ലസ് V2 വെന്റ് ടു മെക്സിക്കോ. അപ്പോൾ രണ്ട് പാസ്റ്റിൽ തന്നെ നടന്ന രണ്ട് കാര്യങ്ങളെ ഇണക്കി പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് ഫസ്റ്റ് സെന്റൻസിന്റെ ഫോം. അതിൽ തന്നെ പറഞ്ഞ സെക്കൻഡ് സെന്റൻസിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം യൂസ് ചെയ്യും. Then she had washed her hands before she cooked the food. She had washed, she plus subject plus had plus V3 washed her hands before she cooked the food. She cooked the food. She subject plus cooked, V2. Another example, she had left when the car arrived. She plus had subject plus left, V3 form. Verbന്റെ V3 form. When the car arrived, subject car arrived V2 ഫോം ആണ്. കാർ എത്തിച്ചേർന്നപ്പോഴേക്കും അവൾ പോയിരുന്നു. അപ്പോൾ പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷൻസിനെ ഇണക്കി രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് അതിന്റെ സബ്ജക്റ്റ്. അതിൽ വരുന്ന സെക്കൻഡ് മാറ്ററിൽ നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 ആയിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വരുന്ന രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ പറയുന്നത്. ദെൻ അതിന്റെ നെഗറ്റീവ് ഫോം നോക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് നോട്ട്, നമ്മൾ ഹാർഡ് എന്ന് പറയില്ലേ, സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് നോട്ട് പ്ലസ് V3. ഫോർ എക്സാമ്പിൾ, I had not finished my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തില്ലായിരുന്നു. She had not left before I arrived. She had not left before I arrived. She plus subject plus had not, negative plus left.
V3. അങ്ങനെയാണ് നെഗറ്റീവ് ഫോം വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. ഈ ഹാഡ് സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ വരുന്നു. എക്സാമ്പിൾസ്: ഹാഡ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? ഹാഡ് യു, ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3, ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. ദെൻ അടുത്ത ഹാഡ് ഷീ ലെഫ്റ്റ് ബിഫോർ യു അറൈവ്ഡ്? ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ലെഫ്റ്റ് V3. അങ്ങനെ ഹാഡ് ഫ്രണ്ട് സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ ഫോം ആക്കാം. അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3, വെർബിന്റെ തേർഡ് ഫോം. ദെൻ അതിന്റെ സെക്കൻഡ് രണ്ട് കാര്യങ്ങളെ ഇണക്കി, പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ ഇണക്കി പറയുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് സെന്റൻസിൽ നമുക്ക് സബ്ജക്ട് പ്ലസ് V2 പറയാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോം നെഗറ്റീവ് ഫോം വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് നോട്ട്, ഹാഡിൻ പ്ലസ് V3 ആണ്. ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ ഹാഡ് ചേർത്താൽ മതി. ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3. ഹാഡ് യു യുവർ ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തായിരുന്നു? അങ്ങനെ വരും. ഇനി ലാസ്റ്റ് ഫോം ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അത് പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് ആക്ഷൻ കണ്ടിന്യൂഡ് ഫോർ സം ടൈം ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ഒരു അനദർ ആക്ഷൻ, വേറൊരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് വരെ ആ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഫോർ എക്സാമ്പിൾ, I had been studying for 2 hours before the exam started. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചു. I had been studying for 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. She had been singing. അവൾ പാടുകയായിരുന്നു. They had been working since 2015. അവർ 2015 മുതൽ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ഇവിടെയും നമ്മൾ ഫോറും സിൻസും യൂസ് ചെയ്യും. സെയിം മീനിങ് ആണ്. ഫോർ ആയിട്ട്, സിൻസ് മുതൽ. She had been teaching for 3 hours. അവള് 3 മണിക്കൂറായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. She had been teaching since 2010. 2010 മുതൽ അവൾ പഠിപ്പിക്കുകയായിരുന്നു. അതാണ് ഫോർ ആയിട്ട്, സിൻസ് മുതൽ. ഇതിന്റെ നെഗറ്റീവ് ഫോം വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് നോട്ട് ബീൻ, ഹാഡ് നോട്ട് ബീൻ പ്ലസ് വെർബ് ING. ഫോർ എക്സാമ്പിൾ, I had not been studying for 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് പഠിക്കുകയല്ലായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് നോട്ട് ബീൻ, നോട്ടാണ് നെഗറ്റീവില്. ഹാഡിന്റെ കൂടെ നോട്ട് ചേർക്കും. അപ്പം ഹാഡ് നോട്ട് ബീൻ വെർബ് പ്ലസ് ING. I had not been studying for 2 hours. Then they had not been playing football. അവർ ഫുട്ബോൾ കളിക്കുകയല്ലായിരുന്നു. They had not been playing football. ഇനി അത് ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുമ്പോൾ നമ്മുടെ ഹാഡ് ഫ്രണ്ട് വരും. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ING ആയിരുന്നു നമ്മളെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുമ്പോൾ ഹാഡ് മാത്രം ഫ്രണ്ടിൽ വരും. ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഫോർ എക്സാമ്പിൾ, had you been studying for 2 hours? നീ 2 മണിക്കൂറായിട്ട് പഠിക്കുകയായിരുന്നു. Had they been playing football? Had they been for football? അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. had പ്ലസ് സബ്ജക്റ്റ് they പ്ലസ് been പ്ലസ് verb play പ്ലസ് ING, playing. had they been playing football? ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING.
നെഗറ്റീവ് ഫോം വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് നോട്ട് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അത് ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുമ്പോൾ ഹാർഡ് ഫ്രണ്ടിൽ വരും. ഹാർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. അപ്പോൾ നമ്മൾ പഠിച്ച പാസ്റ്റ് ടെൻസിന്റെ 4 ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V2, വെർബിന്റെ പാസ്റ്റ് ഫോം. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. ഐ ഹി ഷീ ഇറ്റിന്റെ കൂടെ വാസും യു വി ദേയുടെ കൂടെ വെയറും വരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ വെർബ് പ്ലസ് ing. ഇത്രയാണ് മാം എനിക്ക് മനസ്സിലായത്. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ. ബാക്കി എല്ലാവർക്കും അറിയാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ചിങ്ങലൊക്കെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലെ? മാമിക്ക് മനസ്സിലായിരുന്നു. കൊള്ളാട്ടോ. വെരി ഗുഡ് അർഷിത. ഇനി നെക്സ്റ്റ് സനില. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും ക്ലാസ് കൊണ്ട് തന്നെ മിക്കവാറും കുറച്ചൊക്കെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സനില സ്റ്റാർട്ട് ചെയ്തോളൂ. Yes, ma'am. Good morning, all. So, last class we learned about present tense. Today we are going to learn about past tense. അപ്പം എന്താണ് പാസ്റ്റ് ടെൻസ്? പാസ്റ്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ കാലം, ഭൂതകാലം. കേട്ടിട്ടില്ലേ? കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ. കേട്ടിട്ടില്ലേ? ആ കഴിഞ്ഞു പോയ കാലം, അതാണ് പാസ്റ്റ് ടെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പാസ്റ്റ് ടെൻസിന് 4 കാറ്റഗറീസ് ഉണ്ട്. പഠിക്കാം അതിനെക്കുറിച്ച്. ദ ഫസ്റ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ്. പേര് പോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ഈസ് വെരി സിമ്പിൾ. ജാവ സിമ്പിൾ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ഈസ് വെരി സിമ്പിൾ. അതായത് ദ സിമ്പിൾ പാസ്റ്റ് ഈസ് വാട്ട് വി യൂസ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ആൻഡ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ഇറ്റ് ഹാപ്പൻഡ് 5 minutes ago or 5 million years ago. If it is over, it's simple past. അതായത് അതിപ്പോ 5 മിനിറ്റ് മുൻപ് സംഭവിച്ചു കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് സംഭവിച്ചു കഴിഞ്ഞതാണോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സംഭവം കഴിഞ്ഞോ? കഴിഞ്ഞു. അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സോ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നതിനെ. എക്സാമ്പിൾ പറയാം. ഐ സോ ഹിം യെസ്റ്റർഡേ. അവനെ ഞാൻ ഇന്നലെ കണ്ടു. കണ്ടു, കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു, അവിടെ കണ്ടു, അത്രയേ ഉള്ളൂ. ദെൻ ഐ പ്ലേഡ് ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിച്ചു. ഐ വാച്ച്ഡ് ഫുട്ബോൾ. ഞാൻ ഇന്നലെ എന്താണ് ഫുട്ബോൾ കളി കണ്ടു. കണ്ടു, അതും അതെ, അത് കഴിഞ്ഞു. കഴിഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതിനെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. സബ്ജക്റ്റ് പ്ലസ് V2, വെർബിന്റെ സെക്കൻഡ് ഫോം. ഇവിടെ നമ്മൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. വേറെ അതാണ് ഞാൻ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് ഈസ് വെരി സിമ്പിൾ എന്ന്. സോ ഐ പ്ലേഡ് ഫുട്ബോൾ, ഷീ റോട്ട് എ ലെറ്റർ, ഷീ ട്രാവൽഡ് ടു മുംബൈ, ഐ ഏറ്റ് ബിരിയാണി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഐ ഉണ്ട്, ഷീ ഉണ്ട്, ഹി എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്? കൂടെ വെർബിന്റെ സെക്കൻഡ് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ സ്ട്രക്ചർ ഫോം എല്ലാവരും നോട്ട് ചെയ്തോ. സബ്ജക്റ്റ് പ്ലസ് സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് V2. ദാറ്റ്സ് ഓൾ. അതാണ് സിമ്പിൾ പാസ്റ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി സിമ്പിൾ പാസ്റ്റിന് തന്നെ ചില നെഗറ്റീവ് ഫോംസ് ഉണ്ട്. അപ്പോൾ അതും വളരെ സിമ്പിൾ ആണ്. അത് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഡിഡ് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കുന്നത്. കാരണം V2 ആണ് നമ്മൾ ഇവിടെ ചേർത്ത് എഴുതുന്നത് സബ്ജക്റ്റിന്റെ കൂടെ. സോ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡിഡ് വരും. ഡിഡ് പ്ലസ് ബേസ് വെർബ് വരും. ഡിഡ് പ്ലസ് ബേസ് വെർബ്. അപ്പൊ ബേസ് വെർബ് എന്താണെന്നായിരിക്കും സംശയം. ബേസ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വെർബ്. ഇപ്പൊ നമ്മൾ പ്ലേഡിന്റെ ബേസ് വെർബാണ് പ്ലേ എന്ന് പറയുന്നത്. വാച്ച്ഡ്
വാച്ച്ഡ് എന്നുള്ളതിന്റെ ബേസ് വെർബാണ് വാച്ച് എന്ന് പറയുന്നത്. എയ്റ്റ് എന്നുള്ളതിന്റെയാണ് ഈറ്റ് എന്ന് പറയുന്നത്. സോ ബേസ് വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ പാസ്റ്റിൽ. സോ ഡിഡ് ചേർക്കണം. നമ്മൾ പ്രസന്റ് ടെൻസിൽ ഡൂവും ഡസും ചേർത്ത പോലെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഡിഡ് ആയിരിക്കണം എന്ന് മാത്രം. സോ നമ്മൾ എന്ത് പറയണം? ഐ ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ. ഞാനിപ്പോ ഒരു സെന്റൻസ് പറഞ്ഞില്ലേ, ഐ പ്ലേഡ് ഫുട്ബോൾ. അതിന്റെ നെഗറ്റീവ് ഫോം നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് പറയും? ഐ ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ. അപ്പൊ അവിടെ പ്ലേഡ് ചേർക്കരുത്, പ്ലേ മാത്രം ചേർക്കാൻ പാടുള്ളൂ. പ്ലേ എന്ന് പറയുന്നതാണ് ബേസ് വെർബ്. സോ ഐ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിന്റ് എന്ന് പറയാം. നമ്മൾ ഷോർട്ട് ഫോമിൽ ഡിഡിന്റ് എന്നാ പറയുന്നത്, അതായിരിക്കും സുഖം. ഐ ഡിഡിൻ പ്ലേ ഫുട്ബോൾ അങ്ങനെ പറയുക. ദെൻ ഞാനൊരു സെന്റൻസ് പറഞ്ഞു, ഷി റോട്ട് എ ലെറ്റർ. അത് നമ്മൾ നെഗറ്റീവ് ഫോമിലേക്കാക്കി മാറ്റുമ്പോൾ എങ്ങനെ പറയും? ഷി ഡിഡിന്റ് റൈറ്റ് ലെറ്റർ. സോ കണ്ടോ, അവിടെ വ്യത്യാസം വന്നത് കണ്ടോ? റൈറ്റ് എന്ന് പറയുന്ന ബേസ് വെർബാണ് നമ്മൾ ഡിഡിന്റെ കൂടെ ചേർത്തത്. സോ ഇനി ഇത് അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു പോസിറ്റീവ് സെന്റൻസ് പഠിച്ചു, ദെൻ ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി ഇതിനൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റാം. അതും സിമ്പിൾ ആണ്. സിമ്പിൾ പാസ്റ്റിൽ എല്ലാം സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിൾ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഡിഡ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടണം, ആ ഒരു ക്വസ്റ്റ്യന്റെ ഫ്രണ്ടിലേക്ക്. അപ്പോഴും നമ്മൾ ചേർക്കേണ്ടത് ബേസ് വെർബാണ്. ഡിഡ് വന്നോ ബേസ് വെർബ് ചേർത്തിരിക്കുക. അത് പ്രത്യേകം മൈൻഡിൽ ഓർത്ത് വെക്കുക. ഡിഡ് ഉണ്ടോ കൂടെ ബേസ് വെർബ് ആയിരിക്കണം ചേർക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ത് വരും? ഡിഡ് ഷീ റൈറ്റ് ലെറ്റർ എന്നായിരിക്കണം ചോദിക്കേണ്ടത്. അപ്പോൾ ഡിഡ് ചേർത്ത് ഫ്രണ്ടിൽ ചേർത്ത് എഴുതുന്നു. സോ ഈ ഒരു സിമ്പിൾ പാസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ 4 രീതിയിലുള്ള സെന്റൻസസ് പഠിച്ചു അല്ലെ? എന്താണ്? പോസിറ്റീവ് സെന്റൻസസ് പഠിച്ചു, നെഗറ്റീവ് സെന്റൻസസ് പഠിച്ചു, ക്വസ്റ്റ്യൻ പഠിച്ചു. ഇപ്പോൾ ഒരു 4മത്തേന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവ് ഫോമിലാക്കിയായിട്ട് മാറ്റും. അപ്പൊ നമ്മൾ ഡിഡ് ചേർത്ത സ്ഥലത്ത് എന്ത് ചെയ്യണം? ഡിഡിന്റ് ചേർക്കണം. അതായത് ഡിഡ് നോട്ട് എന്ന് ചേർക്കണം. ഡിഡ് ഫ്രണ്ടിൽ ചേർത്ത് കൊടുത്ത് ഡിഡ് നോട്ട് എന്ന് ചേർക്കണം. സോ അവിടെയും ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോമും വന്നു. സോ പോസിറ്റീവ് സെന്റൻസ് വന്നു, നെഗറ്റീവ് സെന്റൻസ് വന്നു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ വന്നു, നെഗറ്റീവ് ക്വസ്റ്റ്യൻ വന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റില് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്. സോ സ്ട്രക്ചർ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, V2 ആണ്. സോ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അല്ലേ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ. ദെൻ ഞാൻ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാണ് കേട്ടോ. അടുത്തതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്യുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഞാനത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു മീനിങ് വരും അവിടെ. അതായത് ആൻ ഓൺ ഗോയിങ് ആക്ഷൻ ദാറ്റ് വാസ് ഇന്ററപ്റ്റഡ് ബൈ അനദർ ഷോർട്ട് ആക്ഷൻ. അതായത് 2 ആക്ഷൻ, ഒരു ആക്ഷൻ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ആക്ഷൻ കടന്നു വരികയാണ്. ദെൻ 2 ആക്ഷൻസ് ദാറ്റ് വർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അതുപോലെ 2 ആക്ഷൻസുകൾ ഒരുപോലെ സംഭവിക്കുക. ഈ പറഞ്ഞത് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസേജസ് ആണ് കേട്ടോ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസും കൂടി എന്ന് പറയും. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ അതുപോലെ തന്നെ, കാരണം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇംഗ്ലീഷിൽ. അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ക്യാമറ ലെൻസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നാ പറയുന്നത്. ക്യാമറ ലെൻസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയും. അപ്പോൾ പ്രത്യേകം ഓർത്ത് വെക്കുക, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നതിന്റെ ഒന്നുകൂടി പറയാം. യൂസ് ഇറ്റ് ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് വാസ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹാപ്പനിങ് അറ്റ് എ സ്പെസിഫിക് മൊമെന്റ്. ഒരു പ്രത്യേക മൊമെന്റിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു ആക്ഷൻ. ഞാൻ എക്സാമ്പിൾസ് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. അതായത് കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പൊ ഇവിടെ വാസും വേറും വന്നിട്ടുണ്ട്. വാസ് ചേർക്കുന്നത് എപ്പോഴൊക്കെ ആയിരിക്കും? ഐ, ഷീ, ഹി ഓർ ഇറ്റ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വാസ് ഉപയോഗിക്കണം. ദെൻ യു, വി, ദേ, അതായത് പ്ലൂറൽ ഫോംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേറും ഉപയോഗിക്കണം. സോ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ ഫോം എന്ന് പറയുന്നത്. എന്തായിരുന്നു സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ്
was or were plus ing form of the verb. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് നമുക്ക് യൂസേജ് പറയാം. മെയിൻലി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലൊക്കെ നമ്മൾ എഴുതാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകൾ എഴുതുന്നവർക്ക് ഈ ടെൻസ് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അവര് ഒരു സീൻ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാനൊരു ലൈൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. The sun was shining and the birds were singing. Suddenly a loud bang shook the building. നിങ്ങൾക്കൊരു സീൻ കിട്ടിയില്ലേ അവിടെ? അതായത് the sun was shining, ഞാനത് പറഞ്ഞപ്പോൾ സൂര്യൻ അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് the birds were singing, കിളികൾ അവിടെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് a loud bang shook the building, ആ ബിൽഡിങ്ങിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു വലിയ ശബ്ദം കേട്ടു. സോ നിങ്ങൾക്ക് അവിടെ ഒരു സീൻ കിട്ടിയില്ലേ? സോ ഇങ്ങനെയുള്ള ചില സീൻസ് ക്രിയേറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ ഉപയോഗിക്കും. അപ്പൊ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദെൻ ഇന്ററപ്റ്റഡ് ആക്ഷൻ, അത് ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനിഷനിലുള്ള പോലെ ഇന്ററപ്റ്റഡ് ആക്ഷൻസ് വരുമ്പോൾ നമ്മൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഇതാണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിലേക്ക് പെട്ടെന്ന് മറ്റൊരു സംഭവം കയറി വരികയാണ്, അതായത് തടസ്സപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിലും നമ്മളിവിടെ ആദ്യം, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അപ്പൊ ആ ഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ഏത് ടെൻസിൽ പറയും എന്ന് ചോദിക്കും. അത് സിമ്പിൾ പാസ്റ്റിലായിരിക്കണം പറയേണ്ടത്. അതായത് ഒരു എക്സാമ്പിൾ പറയാണ്, I was taking a shower when the phone rang. അപ്പൊ ഇവിടെ എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ I was taking, കണ്ടോ അവിടെ I സബ്ജക്റ്റ് വന്നു, was വന്നു, taking. ടേക്കിംഗ് എന്ന് പറയുന്നത് ing ഫോം ഓഫ് ദ വെർബ്. I was taking a shower, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് സംഭവിച്ച അതിന്റെ തടസ്സം കയറി വന്ന സംഭവം എന്തായിരുന്നു? The phone rang, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഫോൺ ബെല്ലടിച്ചു. അപ്പൊ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇന്ററപ്റ്റഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ആക്ഷനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ആക്ഷൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസും ഈ പാസ്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. പ്രത്യേകം ഓർക്കുക, അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കണം പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ എഴുതേണ്ടത്. അതിന് ഇന്ററപ്റ്റഡ് ആയിട്ട് വരുന്ന ആക്ഷൻ എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റിലായിരിക്കും എഴുതേണ്ടത്. അപ്പൊ ഇവര് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ, സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും ഒക്കെ തമ്മിൽ. പിന്നെ മറ്റൊരു യൂസേജ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് ആക്ഷൻസ്. അതായത് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലത്ത് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവ പറയാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പ്രത്യേക വേർഡും കൂടി ഉപയോഗിക്കാറുണ്ട് സാധാരണ. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ വേർഡ് ഇതാണ്, വൈൽ. അതായത് കേട്ടോളൂ കേട്ടോ, എക്സാമ്പിൾ കേട്ടോളൂ. മൈ റൂംമേറ്റ് വാസ് സ്റ്റഡിയിങ് വൈൽ ഐ വാസ് കുക്കിംഗ് ഡിന്നർ. കണ്ടോ, ഇവിടെ രണ്ട് സെന്റൻസും കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ വൈൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചു, ഒരു വേർഡ് ഉപയോഗിച്ചു. നമുക്ക് പരിചയമുള്ളതാണ്, വൈൽ എന്നുള്ളൊരു വേർഡ് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ മൈ റൂംമേറ്റ് വാസ് സ്റ്റഡിയിങ് വൈൽ ഐ വാസ് കുക്കിംഗ് ഡിന്നർ. സോ ഇങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസിന് ഇങ്ങനെയുള്ള ഒരു 3 യൂസേജസ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ചില യൂസേജസ് ഉണ്ട്, കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇന്ററപ്റ്റഡ് ആയിട്ട് ആക്ഷൻസ് വരുമ്പോൾ. പിന്നെ ഒന്ന്, നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിനും പിന്നെ എന്തെങ്കിലും ഒരു സീൻ ക്രിയേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഴുതുമ്പോൾ കഥയൊക്കെ എഴുതുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ദെൻ ഒരേ സമയം രണ്ട് ആക്ഷൻസ് ഒരേ സമയം നടക്കുവാണെന്നുണ്ടെങ്കിൽ അത് എഴുതുവാനായിട്ടും, അതായത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ കാലത്താണ് കേട്ടോ, കഴിഞ്ഞ കാലത്താണ് എല്ലാം, അല്ലാണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, കഴിഞ്ഞ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഒന്നുകൂടി പറയാണ്, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ചെയ്ത് വെച്ചോളൂ. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ആണ്. പിന്നെ അപ്പോൾ വാസും വേറും നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പൊ കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 സാഹചര്യത്തിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തത്. അപ്പൊ എന്താണ്, കഴിഞ്ഞ കാലത്ത് ഒരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അവിടെ കാര്യം പിടികിട്ടിയല്ലോ, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന സംഭവം ഊന്നി പറയാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെയും നെഗറ്റീവ് ഫോംസ് വരും. അത് വാസിന്റെ ഒപ്പം വേറിന്റെ ഒപ്പം നമ്മൾ നോട്ട് ചേർത്താൽ മതി. മുൻപുള്ളതുപോലെ തന്നെ വാസിന്റെ ഒപ്പം നോട്ട് ചേർക്കുക. ഐ വാസ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ഫോം ആയിട്ട് മാറും. അപ്പൊ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതവിടെ നെഗറ്റീവ് ഫോമിലേക്ക് ക്രിയേറ്റ് ആയിട്ട് മാറും. സോ ഇതാണ് അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോവാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കാലത്ത് 2 കാര്യങ്ങൾ നടന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ ആദ്യം നടന്ന കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ടാമത് നടന്ന കാര്യം നമ്മൾ എങ്ങനെ പറയും? സിമ്പിൾ പാസ്റ്റിൽ പറയും. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് ഇവരുടെയൊക്കെ ബലം എന്ന് പറയാം നമുക്ക്. അപ്പൊ കഴിഞ്ഞ കാലത്ത് 2 കാര്യങ്ങൾ നടന്നെന്ന് വിചാരിക്കുക. ഇതിൽ ആദ്യം നടന്ന കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. സോ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അതായത് വെർബിന്റെ 3rd ഫോം ആണ്. അതായത് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. എന്താ അവിടെ ആദ്യം സംഭവിച്ചത്? ട്രെയിൻ വിട്ടുപോയി. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ട്രെയിൻ വിട്ടുപോയി. സോ ട്രെയിൻ വിട്ടുപോയതാണ് ആദ്യം സംഭവിച്ചത്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പൊ അവിടെ ഹാഡ് ആണ് നമ്മുടെ സ്ട്രക്ചർ. സ്ട്രക്ചർ ഞാൻ പറഞ്ഞോ, സ്ട്രക്ചർ പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. മാം 1 മിനിറ്റ് മാം, ആരോ വന്നിട്ടുണ്ട്, ഒന്ന് ഡോറ് തുറന്നു കൊടുത്തോട്ടെ. ഒരു 1 മിനിറ്റ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, ഇപ്പൊ വരാം. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? മാം വന്നു. അതെ, ആരോ വന്നത് ഇല്ല, കഴിഞ്ഞിട്ടില്ല. വേറെ ആരോ വന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിലെ. അപ്പൊ അതുകൊണ്ട് ഡോറ് തുറന്നു കൊടുക്കാൻ പോയതാ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ മാം, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒരു 26 കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തു. പെട്ടെന്ന് തീർക്കാം. അല്ല, പെട്ടെന്ന് തീർന്നാവുന്നില്ല, കുഴപ്പമില്ല. എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഇല്ല, കണ്ടിന്യൂ ചെയ്തു, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എഗെയിൻ പറയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് 3rd ഫോം ഓഫ് ദ വെർബ്. അതായത് അപ്പൊ ഇതിനു വേണ്ട ചില യൂസേജസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ആദ്യം പറഞ്ഞത് ഒരു യൂസേജ് ആണ് കേട്ടോ. 2 കാര്യങ്ങൾ നടന്നെന്ന് വിചാരിക്കുക. ഇതിൽ ആദ്യം നടന്ന കാര്യം, ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞത്. ഇതിൽ ആദ്യം നടന്ന കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ദെൻ രണ്ടാമത് നടന്ന കാര്യം പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കും. പിന്നെ കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു കാര്യം നടക്കുന്നതിന് തൊട്ട് മുൻപ് ആ ഒരു പ്രവൃത്തി തീർന്നു എന്ന് വിചാരിക്കും. കഴിഞ്ഞ ഒരു പ്രത്യേക സമയം, അപ്പൊ അവിടെ ഒരു ടൈം ഉണ്ട് കേട്ടോ. ഒരു ടൈം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു സംഭവം തീർന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ 10:30 AM. കണ്ടോ, അവിടെ വന്നത് എന്താണ്? ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. അപ്പൊ എന്താണ്? 10:30 ആകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പറയുവാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ 10:30 AM. സോ അപ്പോൾ ഇങ്ങനെ ഇവിടെയും ഐയും വന്നു, ഹാഡ് വന്നു, ഫിനിഷ്ഡ് വന്നു.
ദെൻ നെക്സ്റ്റ് ഒരു യൂസേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ഒരു കാര്യം പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ പറയുന്നതിന് മുമ്പ് നമ്മൾ പറയാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയില്ലേ? അതിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട്, ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി എന്ന വാക്കാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു യൂസേജ് വരുമ്പോൾ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് പറയുമ്പോൾ മനസ്സിലാകും, ഐ ഹാഡ് ഓൾറെഡി സീൻ ദാറ്റ് മൂവി സോ ഐ ഡിഡിൻ ഗോ വിത്ത് ദം. ഞാനത് ആ സിനിമ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയില്ല എന്ന് എന്നാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്, ഐ ഹാഡ് ഓൾറെഡി സീൻ. ഐ ഹാഡ്. അപ്പൊ അവിടെ ഉപയോഗിക്കുവാനും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വേണം നമ്മൾക്ക് ഉപയോഗിക്കാൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ 2 കാര്യങ്ങൾ നടന്നെന്ന് വിചാരിക്കുക. ആ നടന്ന കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ പറയും. പിന്നെ എന്താണ്? ഒരു പ്രത്യേക സമയത്ത് നടന്നു. അപ്പൊ നമ്മൾ എന്നിട്ട് തൊട്ട് മുൻപ് ഒന്നത് നിർത്തി കഴിഞ്ഞു, ഒരു തൊട്ട് മുൻപായിട്ട് അത് ആ പ്രവൃത്തി നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തീർന്നുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഞാനത് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതിന്റെ ഫോം ഒന്നുകൂടി പറയാണ്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെയും നമ്മൾ പ്ലൂരലും സിംഗുലറും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കൂടെ ഹാഡ് ആഡ് ചെയ്തിട്ട് എഴുതുക. അതുപോലെ V3 ഫോം ആയിരിക്കണം എഴുതേണ്ടത് എന്ന് മാത്രം. V3 ഫോം ആയിരിക്കണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം എഴുതേണ്ടത് എന്ന് മാത്രം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് പോവാം. അതായത് കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, അത് കുറച്ചു കാലം നമ്മൾ കണ്ടിന്യൂ ചെയ്തു, പിന്നീട് ഒരു കാലത്ത് തന്നെ അത് കഴിഞ്ഞ കാലത്ത് തന്നെ അത് അവസാനിച്ചു. അങ്ങനെയുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയാം. സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ ആണ്. അപ്പൊ പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് ഉപയോഗിച്ചെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ബീൻ കൂടെ ചേർക്കുക. അപ്പൊ ഹാഡ് ബീൻ പ്ലസ് എന്ത് ചെയ്യണം? ING ഫോം ഓഫ് ദ വെർബാണ് ചേർക്കേണ്ടത്. വെർബിന്റെ ING ഫോം ചേർക്കണം. കാരണം അത് കണ്ടിന്യൂ ചെയ്തതാണല്ലോ. സോ കണ്ടിന്യൂസ് ആവുമ്പോൾ നമ്മൾ എപ്പോഴും ING ഫോം ആണ് ചേർക്കുന്നത്. സോ ING ഫോം ചേർക്കുക. അങ്ങനെ പഠിക്കുക. കണ്ടിന്യൂസ് എന്ന് പേര് വരുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക ING ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ ചേർക്കുന്നത്. സോ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഒരു എക്സാമ്പിൾ പറയാം. ഷീ ഹാഡ് ബീൻ ടീച്ചിങ് ഇൻ ദാറ്റ് സ്കൂൾ ഫോർ 5 years ബിഫോർ ഷീ റിസൈൻഡ്. അവിടെ എന്താ പറയുന്നത്? ഷീ ഹാഡ് ബീൻ ടീച്ചിങ് ഇൻ ദാറ്റ് സ്കൂൾ. അവള് ആ സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ 5 years ബിഫോർ ഷീ റിസൈൻഡ്. അപ്പൊ അവിടെ സംഭവങ്ങൾ ഒരുപാടുണ്ട്. അവള് രാജിവെക്കുന്നതിന് മുമ്പ് 5 വർഷക്കാലം അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവള് രാജിവെച്ചു, അതൊരു കാര്യമാണ്. പിന്നെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. സോ ലാസ്റ്റ് വന്ന പക്ഷെ സെന്റൻസ് എന്തായിരുന്നു? സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ എഴുതിയത് കേട്ടോ. ദെൻ ആദ്യം സംഭവിച്ച കാര്യമാണ് നമ്മൾ ഷീ ഹാഡ് ബീൻ ടീച്ചിങ്. ആദ്യം സംഭവിച്ചതല്ല, അവിടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ഷീ ഹാഡ് ബീൻ ടീച്ചിങ് ഇൻ ദാറ്റ് സ്കൂൾ ഫോർ 5 years. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 4 5 years എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടെൻസിന്റെ പ്രത്യേകത അതാണ്. ഫോറും സിൻസും, ഫോർ ആൻഡ് സിൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫോർ ആൻഡ് സിൻസ്. അപ്പൊ ഫോറും സിൻസും ഇവിടെ ഉപയോഗിക്കും. ഇവ രണ്ടും ഉപയോഗിക്കുന്നത് എന്തിനാ? ഒരു കാര്യം എത്ര സമയം നീണ്ടു നിന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറും സിൻസും ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു
ഫോം ഓഫ് ടെൻസിൽ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സെന്റൻസസ് എഴുതുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കും. അതായത് അതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് 4-5 years, അപ്പൊ 5 വർഷക്കാലം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കറക്റ്റ് സീനാണ് കിട്ടുന്നത്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സീൻ കിട്ടി. കാരണം ആ ഒരു ടീച്ചർ അവിടെ 5 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ചോദിക്കും എന്താ സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസും ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ളത്. ഇത് തന്നെയാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ പാസ്റ്റില് നമ്മൾ ജസ്റ്റ് പറയുന്നു അവരതവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഷീ വാസ് വർക്കിംഗ് ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമയം കാണിക്കുന്നില്ല. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ പ്രത്യേകത അതാണ്, അവിടെ സമയം കാണിക്കും കേട്ടോ. ഏതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ 4 കാറ്റഗറിയാണ് നമുക്കുള്ളത്: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവയെല്ലാം പാസ്റ്റിലാണ് എന്നതുകൂടി എല്ലാവരും ആലോചിക്കണം. കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ടും ഒരു കഥ ഉണ്ടാക്കാനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് ടെൻസുകൾ. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ്. ബാക്കിയുള്ളത് ഉപയോഗിക്കില്ലെന്നല്ല, നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ നോട്ട് ചേർക്കും. ഹാഡ്, അതായത് ഹാഡിൻ്റെ ഒപ്പം നോട്ട് ചേർത്താൽ അത് നെഗറ്റീവ് ഫോം ആകും. ഹാഡ് ബീൻ ഉപയോഗിക്കുമ്പോൾ ഹാഡ് നോട്ട് ബീൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ. നോട്ട് ഹാഡ് കഴിഞ്ഞിട്ട് വേണം, നോട്ട് ഉപയോഗിച്ചിട്ട് വേണം ബീൻ ഉപയോഗിക്കാൻ എഴുതാനായിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ഫോംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതറിയാവുന്നത് കൊണ്ടാണ് വീണ്ടും എടുത്ത് പറയാതിരുന്നത്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നിർത്തുവാണ്. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ആൻ അവർ വെൻ ഹി ഫൈനലി അറൈവ്ഡ്. അവൻ എത്തുന്നത് വരെ ഞാൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു. 1 മണിക്കൂറായി ഞാൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു. സോ അവിടെയും 1 മണിക്കൂർ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. സോ സമയം കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. സോ ഇത്രയാണ് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അത് എനിക്കും പറയാനുള്ളത് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അതൊക്കെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ അല്ല എന്ന് പറഞ്ഞവർക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഞാൻ വീണ്ടും ചോദിക്കാണ് കേട്ടോ. പ്രസന്റ് പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി, ഫ്യൂച്ചർ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിലൂടെ നമ്മുടെ ടെൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ദ പ്ലേ സെക്ഷൻ. സൈൻ ഔട്ട് പറയും. ഓക്കെ, സൈൻ ഔട്ട് പറയും കേട്ടോ. ഓക്കെ മാം. ഇന്നത്തെ ക്ലാസ് ഭയങ്കര രസമായിരുന്നു. രാഷിദയും സാനിലയും ഇനി ടെൻത്തില് വേറെ ഒന്നും പറയാനില്ല, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തു. സോ ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ് ടു റാഷിദ ആൻഡ് സനില. സോ ഞങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് പ്രചോദനമായി ഇന്നവര്. So thank you so much for your wonderful classes. And I take this opportunity to thank dear Ashudi ma'am for giving us this chance to giving us this platform to express, to teach, how to make errors, correction, everything. Thank you so much, ma'am, for today's class. And I wish all of you a happy day, happy time ahead. Thank you. ഓക്കെ ടീന. സനില, റാഷിദ, ഇത് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലെ? ഞാൻ പറയാത്തതും നിങ്ങൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ കൂടുതൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം എല്ലാവരും എടുക്കുന്ന ഒരുപോലെ ആയിരിക്കില്ല. റാഷിദ് എടുക്കുന്ന പോലെ എല്ലാവർക്കും സഹിക്കുന്നത് അല്ലെ? രണ്ടുപേരും ക്ലാസ് എടുക്കുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും
സോ ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവര് എന്നോട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്ലാസ്സിന് ഓരോരുത്തരും ക്ലാസ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. മനസ്സിലായോ? കാരണം എനിക്ക് പറയുന്നതിൽ കുറച്ച് പരിധിയുണ്ട് അല്ലെ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം ശരിക്കും ഇല്ല. മീൻസ് നമുക്ക് കുറച്ച് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഇത് പറയുമ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഓരോരോ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. സോ രണ്ടുപേരും നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടോ. പറയാൻ വിട്ടുപോയതൊന്നല്ല. എല്ലാവരും എന്തായാലും സനല റഷിത ഓൾവേസ് ക്ലാസ് എടുക്കുന്ന ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് ടൈം എടുത്തിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് അവര് അല്ലെ പ്രസന്റ് ചെയ്യുന്നത്. രണ്ടുപേരും നന്നായിട്ട് എടുത്തു. രണ്ടുപേര് മാത്രമല്ല എല്ലാവരും നന്നായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ട്രൈ ചെയ്യാം അല്ലെ. പക്ഷെ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ക്ലാസ് എടുക്കുന്ന പോലെയല്ല ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് നിർത്തുക. ഇന്ന് മാം പറഞ്ഞില്ലായിരുന്നോ നമ്മളൊരു ഡെമോ ക്ലാസ് എടുക്കുന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് അപ്പൊ അത് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാല് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഈ പറഞ്ഞ പോലെ മാം ഇവിടെ ഇല്ലാന്ന് ചിന്തിച്ചിട്ട് തന്നെയാ ക്ലാസ് എടുത്തത്. കാരണം മാമിന് വന്നിട്ട് എനിക്ക് ഒരു ഇത് വരും, അയ്യോ ഇങ്ങനെ പറയാൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. അപ്പൊ നമ്മള് ബാക്കിയുള്ളവരൊക്കെ കുഞ്ഞുങ്ങളാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തത്. എത്രത്തോളം എല്ലാവർക്കും മനസ്സിലായി എന്നൊന്നും അറിയില്ല. പെട്ടെന്നുള്ള ഒരു ഞാൻ കേട്ടിരുന്നു പോയി. കുറച്ച് ഞാൻ ശരിക്കും പറഞ്ഞ സ്ഥലം പോയത് ഞാൻ ഇവിടെ അറിഞ്ഞത് വെച്ച് കഴിയാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. കേട്ട് നല്ല രസമാണ്. നമ്മള് അതില് കുറ്റവും കുറവുകളൊന്നും നോക്കൂല ആരും. കേട്ടിരിച്ചു അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം എനിക്ക് പറയാനുള്ളത് എല്ലാവരും അങ്ങനെ ചെയ്യാനേ പറയുന്നുള്ളൂ കേട്ടോ. കാരണം എപ്പോഴെങ്കിലും ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏതൊരു സിറ്റുവേഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ടീച്ചറിന്റെ ടീന ടീച്ചറിന്റെ സൗണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന സൗണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടുപേരും സൗണ്ട്. ഞാനെന്ത് പറഞ്ഞല്ലോ. രഞ്ജിനി എന്ത് പറയാൻ? ഞാൻ ക്ലാസ് മിസ്സിന്റെ ക്ലാസ് എനിക്ക് മിസ്സായിരുന്നു. ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു മിസ്സിന്റെ. പക്ഷെ ഇത് സരിലയും പ്രാവശ്യത്തെ ക്ലാസ് എടുത്തപ്പോഴാണ് ശരിക്കും ഞാൻ ഏറ്റവും കേട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സരിലയുടെ ക്ലാസ് അല്ലെങ്കിൽ നല്ല ഇതാണ്. റാഷിദയോ അതെ, അവര് നന്നായിട്ട് എഫേർട്ട് എടുത്ത് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി. ഒത്തിരി നന്ദി. ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. നമുക്ക് കൂടെ ഇതുപോലെ ക്ലാസ് എടുക്കണ്ടേ വേണ്ടേ? അപ്പൊ അതും കൂടെ ട്രൈ ചെയ്യൂ കേട്ടോ. എല്ലാവരും ഓക്കെ. എല്ലാവർക്കും അവരുടേതായ വേ ഓഫ് ടീച്ചിങ് ഉണ്ട്. അപ്പൊ അതെല്ലാവരും മാക്സിമം എല്ലാവരും പുറത്തോട്ട് എടുക്കാം. അതെനിക്ക് വേണുള്ളൂ. ഓക്കെ. ഇപ്പൊ സനല പോലും അറിയില്ല. സനല പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല സനലക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന്. അതുപോലെ റാഷിദക്കും ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ഇവർക്ക് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ചെയ്യുമ്പോഴാണ് ഓക്കെ എനിക്കും പറ്റും അല്ലെ, എന്നെ കൊണ്ടും പറ്റുമല്ലേ എന്നൊരു തോന്നൽ നമുക്ക് വരും. സത്യമല്ലേ? കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചില മൊമെന്റുകളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ വെരി ഗുഡ്. കീപ് ഗോയിങ്. സോ താങ്ക് യു all and see you all next class. Okay. Thank you, ma'am. Ma'am, thank you all. Bye. താങ്ക് യു മാം.